الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിൽ നിന്ന് ഒട്ടനവധി ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള തൗഫീഖ് നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ്. ആ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് യൗമുൻ നെഹറിൻ്റെ ദിവസം ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത്. ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നതാണ് ആ മാസത്തിലെ
യൗമുൻ നിഹറിൻ്റെ ദിവസത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കപ്പെടേണ്ടുന്ന ഏറ്റവും വലിയ ഇബാദത്തായി ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു ഇബാദത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതുപോലെ ആ ഇബാദത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ബലി എന്ന ചിന്ത ബലിപെരുന്നാളുമായി മാത്രം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്നാണ്. എന്നാൽ പ്രവാചകൻ്റെ ജീവിതം അവിടുന്ന് പരിശോധിച്ചാൽ പ്രവാചകന് ഏതൊക്കെ സന്ദർഭങ്ങളിൽ അവിടുന്ന് ബലിയറുക്കുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ബലികർമ്മം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഹജ്ജ് ചെയ്യുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ മിനയിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിമൃഗത്തെ അറുക്കണമെന്നത് ഇസ്ലാം വലിയൊരു ഇബാദത്തായി ഒരു ഹാജിയുടെ മേൽ നിർബന്ധ ബാധ്യതയായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത്, നമുക്കൊക്കെ അള്ളാഹു സമ്മാനമായി നൽകിയ നമ്മളുടെ സന്താനങ്ങൾ, ഓരോ സന്താനങ്ങൾ ജനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് വേണ്ടി അഖീഖത്ത് നടത്തണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും നിങ്ങൾ അറുക്കണമെന്നത് പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മറ്റൊന്ന് കഫാറത്തിൻ്റെ ബലിയാണ്. അത് റസൂലുള്ള പറഞ്ഞു, ഹജ്ജിലും ഉംറയിലും ഒരു മനുഷ്യന് എന്തെങ്കിലും കുറവുകളും ന്യൂനതകളും സംഭവിച്ചു പോയാൽ അവൻ കഫാറത്തിൻ്റെ ബലികർമ്മം നിർവഹിക്കേണ്ടതുണ്ട് എന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. റസൂലുള്ളയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് ബലികർമ്മം നിർവഹിച്ചത് ലോകത്തിൻ്റെ പ്രവാചകനാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. മദീനയിൽ വെച്ച് പ്രവാചകൻ 70 ആടുകളെ അവിടുന്ന് തൻ്റെ കൈകൊണ്ട് കരങ്ങൾ കൊണ്ട് അറുത്തിട്ട് ക്ഷീണം ബാധിച്ചപ്പോൾ തൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കത്തി കൊടുത്തിട്ട് ഇനി അലി തുടരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മാറിയ ചരിത്രവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്ര കണ്ട് ലോകത്തിൻ്റെ പ്രവാചകൻ 70ഓളം വരുന്ന ആടുകളെ തൻ്റെ കരങ്ങൾ കൊണ്ട് അറുത്ത് ഒരു വലിയ ഇബാദത്തിനെ വിശ്വാസികൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ഉളഹിയ കർമ്മത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അത്തരത്തിൽ മനസ്സുകൊണ്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ദിവസം, ഈ ജുമഅയിൽ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. മനസ്സുകൊണ്ട് എന്തിന് ഒരുങ്ങണം, ഞാൻ എന്തിന് ബലിയെറുക്കണം, ബലിയുടെ സ്ഥാനം എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഖുർആൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞു, എല്ലാ ദിവസവും 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നെഞ്ചത്തു കൈകെട്ടി അള്ളാഹുവിനോട് എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഇന്നത്തെ സുബഹി നമസ്കാരത്തിൽ നെഞ്ചത്തു കൈകെട്ടി അള്ളാഹുവിനോട് എടുത്ത ഒരു പ്രതിജ്ഞയാണ്. എത്ര ആളുകൾ മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രതിജ്ഞ പുതുക്കിയിട്ടുണ്ട്. ഖുൽ, പ്രവാചകരെ അവിടുന്ന് പറയണം, ഇന്ന സ്വലാത്തി, എൻ്റെ പ്രാർത്ഥന, എൻ്റെ നമസ്കാരം, വനുസുകി, എൻ്റെ ബലികർമ്മം, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അപ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ബലികർമ്മവും പ്രാർത്ഥനയോട് നിസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് വനുസുക്കി എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബലികർമ്മം നിർവഹിക്കപ്പെടണമെന്നത്, ഒരാൾ ബലികർമ്മം അത് നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് സമർപ്പിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് സാധിക്കണം. ജീവിതവും മരണവും അള്ളാഹുവെ നിനക്കാണ്, ഞാൻ നിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ. ഓരോ ദിവസവും ആ പ്രതിജ്ഞ ഓരോ സമയങ്ങളിലായി ഞാനും നിങ്ങളും പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കണ്ട് മനസ്സറിഞ്ഞ് ഈമാനോട് കൂടിയിട്ടാണ് ആ പദങ്ങൾ ഉച്ചരിച്ച് അള്ളാഹുവിനോട് വെക്കുന്ന പ്രതിജ്ഞ. അതല്ല വെറുതെ ഉച്ചരിക്കുന്ന വെറും വാക്കുകളായി
നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ വെറുതെ ചെല്ലിപ്പോകുന്നവരാണെങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ ഗൗരവത്തെ കൃത്യമായി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഖുർആൻ പഠിപ്പിച്ച ഉദ്ഹിയ്യ കർമ്മത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം. പലപ്പോഴും ഞാനൊക്കെ വാങ്ങേണ്ടവനാണ്, കൊടുക്കേണ്ടവനല്ല. നാട്ടിലെ പ്രമുഖരായ പ്രമാണിമാരായ വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഉദ്ഹിയ്യ കർമ്മം നിർവഹിക്കാൻ ബാധ്യതയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒട്ടനവധി ആളുകളുണ്ട്. അവിടെയാണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്ര ഗൗരവത്തിൽ ഖുർആൻ നമ്മളോട് ബലികർമ്മത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെന്ന നിലക്ക് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ എത്ര കണ്ട് ഈ ഇബാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വില പരിശോധിച്ചാൽ ലക്ഷത്തോട് അടുത്തതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ വില പരിശോധിച്ചാൽ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത്. ഒരുപക്ഷേ നമ്മളുടെ വീട് ഒന്ന് പുതുക്കി പണിയാൻ, ഒന്ന് മിനുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത് എത്രയാണ് സഹോദരങ്ങളെ? എന്നാൽ ആ സമ്പത്തിൻ്റെ 1/3 ഭാഗം മാത്രം മതി ഒരു ഇബാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു ഉരുവിനെ അറുക്കാൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എത്രത്തോളം ഉദ്ഹിയ്യ കർമ്മം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്, വാജിബാണ് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ, എത്രയോ പണ്ഡിതന്മാർ അത് വാജിബാണ്, ഒരു മുസ്ലിമിൻ്റെ മേലുള്ള നിർബന്ധ ബാധ്യതയാണോ എന്നോണം അവിടുന്ന് പണ്ഡിതന്മാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രബലമായ സുന്നത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മദീനയിൽ ജീവിച്ചിരുന്ന 10 കൊല്ലവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബലികർമ്മം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മുഅക്കദായ സുന്നത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. എന്താണ് സഹോദരങ്ങളെ ഉദ്ഹിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ആടുമാട് ഒട്ടകങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പെരുന്നാളിൻ്റെ ദിവസം അറുക്കുന്നതിനെയാണ് ഉദ്ഹിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ ഖുർആനിൻ്റെ ആയത്ത് സൂറത്തുൽ കൗസറിൽ എത്ര കൃത്യമായി പറഞ്ഞു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. പ്രവാചകരെ, നീ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണമെന്നത് ഖുർആനിൻ്റെ താക്കീതാണ്. സഹോദരങ്ങളെ, എല്ലാ സമൂഹത്തിലും ബലികർമ്മം നിർവഹിക്കപ്പെടാനുള്ള കൽപ്പന അള്ളാഹുവിൻ്റെ ഖുർആൻ കൊടുത്തിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ സമൂഹത്തിനും ബലികർമ്മം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ് സഹോദരങ്ങളെ റബ്ബ് ബലികർമ്മം വിശ്വാസികളുടെ മേലിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്? ലിയദ്കുറുസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നാൽക്കാലികളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനത്തിനായി അള്ളാഹു സംവിധാനിച്ച് ഒരുക്കിത്തന്ന ബലിമൃഗത്തെ നിങ്ങൾ അറുക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, റബ്ബിനെ ഓർക്കാനാണ്. ഒരു മനുഷ്യൻ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മോഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ബലികർമ്മത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനും ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എത്ര കൃത്യമാണ് സഹോദരങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരാവർത്തി നമുക്ക് ചെയ്യാൻ ഈ കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു ഇബാദത്തിനെ കൊണ്ടുവരാൻ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവരാണ്, പാവപ്പെട്ടവരുടെ കണ്ണീരിൽ പങ്കുചേരുന്നവരാണ്. എന്നാൽ ഒരു വലിയ ഇബാദത്തിനെ കുറിച്ച്, ജീവിതത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇബാദത്ത് ഉദ്ഹിയ്യ കർമ്മം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉദ്ഹിയ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ ഒരു പാഠം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ
ത്യാഗസമ്പൂർണമായ ജീവിതം ഓർത്തുകൊണ്ടല്ലാതെ ഉദ്ഹിയ കർമ്മം നിർവഹിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. സന്താന സൗഭാഗ്യമില്ലാതെ 86 വയസ്സുവരെ വാർദ്ധക്യത്തിലെത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് നിരാശനായി പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഏതെങ്കിലും ഒരു കുട്ടി, ഒരു ആൺകുട്ടിയാകട്ടെ, ഒരു പെൺകുട്ടിയാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു കുട്ടിയാകട്ടെ എന്നല്ല. ഒരു പക്ഷേ വാർദ്ധക്യത്തിലെത്തുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു കുട്ടി ലഭിച്ചാൽ മതി എന്ന നിലക്കായിരിക്കും പ്രാർത്ഥിക്കാറുണ്ടാവുക. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് 86 വയസ്സുവരെ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിരാശനായിട്ടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഉത്തരം കിട്ടാതെ വന്നാൽ നമ്മൾ നിരാശരായി ഇതെന്ത് പടച്ചോനാണ്, ഞാൻ എത്ര കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് എനിക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശരാകുന്നവരാണ്. എന്നാൽ സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ പോലും ഒരുപക്ഷെ പ്രാർത്ഥന മടുത്തിട്ട് മറ്റു പല വഴികളും ജാറങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഖുർആനിൻ്റെ വലിയ പാഠം, ഒരു പ്രവാചകന്റെ ചരിത്രം പഠിപ്പിച്ചത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണം. റബ്ബ് കൊടുത്തത് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലമുള്ള ഒരു കുട്ടിയെയാണ് അള്ളാഹു സമ്മാനമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകുന്നത്. ഫലമ്മ ബലഗ മഅഹു സഅയ്, എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ആ കുട്ടിയെ താലോലിച്ച് തന്നോടുള്ള സ്നേഹം പങ്കുവെച്ച് അങ്ങനെ ജീവിക്കാനല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം പരിശോധിച്ചാൽ മക്കയുടെ ഊശര ഭൂമിയിലേക്ക് ഇറാഖിൻ്റെ മണ്ണിൽ നിന്ന് ചോരക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ മക്കയുടെ ഊശര ഭൂമിയിൽ പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ്റെ ആ മനസ്സ് വേദനിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പോയി വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് മക്കയുടെ മണ്ണിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭമാണ് പിന്നീട് ഖുർആൻ പറഞ്ഞത് ഫലമ്മ ബലഗ മഅഹു സഅയ്. ഏതാണ്ട് ആ ഇബ്രാഹിമിനോടൊപ്പം പ്രയത്നിക്കാൻ, അധ്വാനിക്കാൻ പ്രായമെത്തിയ ആ സന്ദർഭത്തിൽ ഏതാണ്ട് 10-13 വയസ്സെത്തിയപ്പോൾ ആ കുട്ടിയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു. ഖാല യാ ബുനയ്യ, എന്നിട്ട് പൊന്നുമോനെ വിളിച്ചു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം എന്ന പിതാവ് സ്വന്തം മോനോട് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ വഹീനെ കുറിച്ചാണ്. നോക്കൂ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാനിതാ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അങ്ങനെ സ്വപ്നം കണ്ടത് എന്താണ്? അന്നി അദ്ബഹുക്, നിന്നെ അറുക്കണമെന്നാണ്. ഫൻദുർ മാദാ തറാ, എൻ്റെ പൊന്നുമോനെ, നിന്റെ തീരുമാനം എന്താണ്? ഇതുവരെ കാണാത്തൊരുപ്പ കടന്നു വന്ന് തൻ്റെ അടുക്കലേക്ക് വന്നിട്ട് നിന്നെ ഞാൻ അറുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു മകൻ്റെ പ്രതികരണം എന്താകും സഹോദരങ്ങളെ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പാഠം. ആ ഇസ്മായിൽ എന്ന കുഞ്ഞ് വളർന്നത് ഹാജറ എന്ന ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. ഹാജറയുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഒരു മദ്രസ വിദ്യാഭ്യാസം നേടുന്നത് പോലെ എല്ലാ നിലക്കുമുള്ള അറിവുകൾ, തർബിയത്തും തസ്കിയത്തും നേടിയ ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി ആ പിതാവിന് കൊടുക്കുന്ന മറുപടി എത്ര ശ്രദ്ധേയമാണ്. ആ പിതാവിൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാണ്. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എൻ്റെ മകനോട് പറഞ്ഞാൽ എന്താകും എന്നൊരാശങ്ക ആ ഇബ്രാഹിം എന്ന ഒരു പിതാവിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും അന്നി അദ്ബഹു, നിന്നെ ഞാൻ അറുക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. എൻ്റെ പൊന്നുമോനെ, എന്താണ് നിന്റെ തീരുമാനം? ആ സന്ദർഭത്തിൽ മകൻ കൊടുക്കുന്ന മറുപടി യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, ഇഫ്അൽ മാ തുഅ്മർ. അവിടുന്ന് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നുപ്പ നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം. അവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ ഇസ്മായിൽ എന്ന ചെറിയ കുട്ടി സംസാരിക്കുന്നുണ്ട്. ഉപ്പച്ചിയെ, എന്നെ വേഗത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്നെ കമഴ്ത്തിക്കിടത്തണം. അങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. ഒരു പക്ഷേ അറുക്കപ്പെടുമ്പോൾ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച്
എൻ്റെ കഴുത്ത് വേഗത്തിൽ അറുക്കണം. ഉപ്പയെ, എന്നെ അറുക്കുന്ന സമയത്ത് ഒരുപക്ഷെ എൻ്റെ മുഖത്തേക്ക് നോക്കരുത്. എൻ്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന രക്തം അങ്ങയുടെ ശരീരത്തിലേക്ക് വീഴാതിരിക്കാൻ മുണ്ടൽപ്പം ഒന്ന് ഉയർത്തിപ്പിടിക്കണം ഉപ്പ എന്ന് പറയുന്ന ഇസ്മായിൽ എന്ന ചെറിയ കുട്ടിയുടെ വർത്തമാനം എങ്ങനെ പറയാൻ കഴിയും? ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ലഭിച്ച ഇസ്ലാമിക തർബിയത്ത്. സഹോദരങ്ങളെ, നമ്മളുടെ മക്കളോട് ഇത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞാൽ ഒരു പിതാവെന്ന നിലക്ക് ജീവനോടെ ഭൂമിയിൽ ഉണ്ടാകില്ല സഹോദരങ്ങളെ. അത്തരത്തിലുള്ള വർത്തമാനം നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകും. അവിടെയാണ് ആ ഇസ്മായിൽ എന്ന ചെറിയ കുട്ടിയുടെ വർത്തമാനം. അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ അതിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണുപ്പ. അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് അവിടുന്ന് ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, എന്നിട്ട് ആ കുട്ടിയുടെ നെറ്റിത്തടം കമഴ്ത്തി വെച്ചു. വനാദൈനാഹു അയ്യ ഇബ്രാഹിം, ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ വിളി, ഓ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നീ ഇതാ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നല്ല ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾക്ക് റബ്ബ് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു ശക്തമായ പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, ഇതാ മഹത്തായ ഒരു ബലിമൃഗത്തെ ഇതാ സമ്മാനിക്കുന്നു. വതറക്നാഹു ഫിൽ ആഖിരീൻ, പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, ആ പ്രവാചകന്റെ സൽകീർത്തി പിന്നീട് അവശേഷിക്കുന്ന ആളുകൾക്ക് ഓർമ്മയായി നിലനിർത്തി എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു സമ്മാനിച്ച ഒരു കുട്ടിയെ അറുക്കണമെന്ന് അവിടുന്ന് കൽപ്പന വന്നപ്പോൾ മകനോടുള്ള സ്നേഹവും ആ മകനെ താലോലിച്ച് ഒന്ന് കഴിഞ്ഞിട്ടില്ല. സ്നേഹം ഒരുപ്പയ്ക്കെന്ന നിലക്ക് ആ മകനോട് സ്നേഹം പൂർണ്ണമായി കൊടുക്കാൻ ആ ഉപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ അത് നിർവഹിക്കാൻ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരന് അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പ് റബ്ബിൻ്റെ ഇഷ്ടവും പ്രീതിയും ലഭിക്കാൻ എനിക്കെൻ്റെ മകനോടുള്ള ഇഷ്ടത്തേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ ജീവിതം ഓർത്തുകൊണ്ടല്ലാതെ ഒരു വിശ്വാസിക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോലും കഴിയില്ല. അവിടെയാണ് ബലികർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കുട്ടിയെ കൊടുക്കാൻ, അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളോട് നമ്മളുടെ മക്കളെ റബ്ബിന് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, നരബലിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഒരു ഉരുവിനെ അറുത്ത് അള്ളാഹുവിന് കൊടുക്കാൻ, അള്ളാഹു നേർച്ചയാക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു ഇബാദത്ത്, ഉദ്ഹിയ കർമ്മം ജീവിതത്തിൽ നിർവഹിക്കപ്പെടാൻ നമുക്കെന്ത് തടസ്സമാണുള്ളത് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത്? ഖുർആൻ പറഞ്ഞത് റബ്ബിൻ്റെ പ്രീതി ലഭിക്കാനാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനാണ്. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങൾ ബലിയറുക്കപ്പെടുന്ന ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങൾ എത്ര കണ്ട്, നിങ്ങളുടെ മനസ്സ് എത്ര കണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്നു, അതുമാത്രമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. തഖ്വയില്ലാതെ ഒരു മനുഷ്യൻ ബലികർമ്മം നിർവഹിച്ചാൽ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വയുള്ള മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് ഒരുപക്ഷെ നമ്മളുടെ നാടുകളിൽ പലപ്പോഴും ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത് പൊങ്ങച്ചത്തിനും പേരിനും പ്രശസ്തിക്കും ആളുകളെ കാണിക്കുവാനും, അതല്ലെങ്കിൽ ഒരു വേള ഞങ്ങളുടെ വാപ്പകാരണന്മാർ വർഷങ്ങളായി ചെയ്തു വരുന്നത് ഞങ്ങളും പാരമ്പര്യമായി തുടർന്നു വന്നിട്ടില്ലെങ്കിൽ എന്താകും എന്ന ചിന്തയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ബലികർമ്മം നിർവഹിക്കപ്പെടുന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു ഇബാദത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും റബ്ബിൻ്റെ പ്രതിഫലവും
മാത്രം ആഗ്രഹിച്ചുകൊണ്ടാകണം നമ്മൾ ഈ കർമ്മം നിർവഹിക്കപ്പെടേണ്ടുന്നത്. ആ നിലക്ക്, ഏറ്റവും നല്ല നിലക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതുപോലെ ഉദ്ഹിയ കർമ്മത്തെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ബലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബലികർമ്മം അള്ളാഹുവിന് മാത്രമായിരിക്കണം സമർപ്പിക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മളുടെ നാടുകളിൽ ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത്, ഒരുപക്ഷേ മൃഗങ്ങളെ അറുക്കപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ അറുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നത് ഖുർആൻ പറഞ്ഞു. ഹുരിമത് അലൈക്കുമുൽ മൈതത വദ്ദം വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ മേൽ ഹറാമാക്കി. അൽ മൈതത്ത് ശവം, അതുപോലെ വദ്ദം രക്തം, വലഹ്മൽ ഖിൻസീർ പന്നിമാംസം, അതിനോടൊപ്പം ചേർത്തിയിട്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ ഉഹില്ല ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ, ഏതെങ്കിലും മൃഗത്തെ അറുക്കപ്പെട്ടാൽ അവിടുന്ന് ഹറാമാണ് അവൻ ചെയ്തിട്ടുള്ളത്, നിഷിദ്ധമാണ്. ആ മാംസം കഴിക്കുവാനോ അതൊന്നും വിശ്വാസികൾക്ക് പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. പലപ്പോഴും മരിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ പേരിൽ എത്രയോ മൃഗങ്ങളെ അറുക്കപ്പെടുന്നത് ഇന്ന് സർവ്വസാധാരണമായി നമ്മുടെ നാടുകളിൽ കണ്ടുവരികയാണ്. എത്രത്തോളം മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ മൺമറഞ്ഞുപോയ എത്രയോ ഔലിയാക്കളുടെ പേരിൽ, അങ്ങനെ നാഗൂർ ആണ്ടവരുടെ പേരിൽ ഒക്കെ ബലികർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയാതെ പോയി എന്നതാണ്. ഖുർആൻ പറഞ്ഞത് ഹുരിമത് അലൈക്കും, നിങ്ങൾക്കിതാ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. റബ്ബല്ലാത്ത ആളുകളുടെ പേരിൽ നിങ്ങൾ നേർച്ച നടത്താൻ പാടില്ല, നിങ്ങൾ ഉരുവിനെ അറുക്കാൻ പാടില്ല. എന്നാൽ നാടുകളിൽ കണ്ടുവരുന്നത്, വഴിയോരങ്ങളിൽ എത്ര കണ്ട് പോത്തും കാളയും ആടുകളും കോഴികളും ഇങ്ങ് സർവ്വസാധാരണമായി. ഈ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ എത്ര ആടിനെയാണ്, എത്ര കോഴിയാണ്. അതൊക്കെ പലപ്പോഴും ആളുകളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, സന്താന സൗഭാഗ്യമില്ലെങ്കിൽ ഒരുപക്ഷെ പള്ളികളിലേക്ക്, ജാറങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ട് അവിടൊക്കെ നേർച്ച നേർന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്ന് വലിയ ആടിനെയും കോഴിയെയും മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ നേർച്ചയാക്കുന്നവർ, അതല്ലെങ്കിൽ മറ്റു പല ഷെയ്ഖന്മാരുടെയും തങ്ങന്മാരുടെയും പേരിൽ നേർച്ച നേരുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള നേർച്ചയും സംവിധാനങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കഴിക്കാൻ പാടില്ല. ഇത് വെറും വർത്താനല്ല, ഇത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഹുരിമത്ത് അലൈക്കും എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹറാമാണ്. ഏതുപോലെ നിങ്ങൾക്ക് ശവം ഹറാമായി പഠിപ്പിച്ചു, രക്തം ഹറാമായി പഠിപ്പിച്ചു, പന്നിമാംസം ഹറാമായി പഠിപ്പിച്ചു. അതിനോട് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്. അത് നിഷിദ്ധമാണ്, അത് കഴിക്കാൻ പാടില്ല. പലപ്പോഴും അതിലൊന്നും ഒരു സൂക്ഷ്മതയും വിശ്വാസികൾ എന്ന നിലക്ക് വെച്ച് പൊറുക്കാറില്ല. സഹോദരങ്ങളെ, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, എത്രയോ കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. അതൊക്കെ എന്തിനു ചെയ്യുന്നു? റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. ഒരു ചെറിയ അമൽ പോലും ഏതൊരു അണിമണിത്തൂക്കം അള്ളാഹുവിൻ്റെ അടുക്കൽ നിർവഹിക്കപ്പെടുന്നു. അതൊക്കെ പരലോകത്ത് കാണണം സഹോദരങ്ങളെ. മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളാകണം. അതൊക്കെ പൊളിഞ്ഞു പോകുന്ന കർമ്മങ്ങളായി ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഹറാമിൻ്റെ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷിച്ചു പോയാൽ നമ്മളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടില്ല എന്നത് ഗൗരവത്തോടെ ഞാനും നിങ്ങളും നോക്കിക്കാണേണ്ടതുണ്ട്. ബലികർമ്മം നടത്തുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതിരിക്കുന്നതിൻ്റെ ഗൗരവം റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സഅതുൻ, ഒരാൾക്ക് ഉദ്ഹിയ കർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയും കഴിവുമുണ്ട്,
വലം യുളഹി, എന്നാൽ അവൻ ബലികർമ്മം നിർവഹിച്ചിട്ടില്ല. ഫല യഖ്റബന്ന മുസല്ലന, എന്നാൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈദ് മുസല്ലയിലേക്ക് അവൻ അടുക്കേണ്ടതില്ല എന്ന താക്കീതാണ് റസൂൽ നൽകുന്നത്. സഹോദരങ്ങളെ, എല്ലാവരും ഈദ് മുസല്ലയിലേക്ക് പോകണം എന്നത് റസൂലിൻ്റെ താല്പര്യമാണ്, കൽപ്പനയാണ്. എന്നാൽ ബലികർമ്മം നിർവഹിക്കാൻ കഴിവുണ്ടായിട്ടും അത് നിർവഹിക്കാതെ പിശുക്ക് കാണിച്ചവൻ ആരാണോ അവൻ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ലോകത്തിൻ്റെ ഖലീലായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചരിത്രം ഓർത്തുകൊണ്ട് അവൻ ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടതില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇതൊക്കെ മതചിഹ്നമാണ്, ശആഇറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. വമയ്യുഅള്ളിം ശആഇറല്ലാഹ്, ആരാണോ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ, ഉരുവിനെ ബലിയെറുക്കുക എന്നത് അള്ളാഹു പഠിപ്പിച്ചതാണെങ്കിൽ അതൊക്കെ ഷിആറുകളാണ്, മതത്തിൻ്റെ അടയാളങ്ങളാണ്, അത് മനസ്സിൻ്റെ തഖ്വയിൽ നിന്ന് വരുന്നതാണ് എന്നതൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉരുക്കൾ ഏറ്റവും നല്ലതാകണം. ന്യൂനതയുള്ള, കുറവുകളുള്ള, ബലഹീനതയുള്ള ഉരുക്കൾ ഒരിക്കലും അള്ളാഹുവിന് സമർപ്പിക്കാൻ പാടില്ല സഹോദരങ്ങളെ. എത്രത്തോളം ആടാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർണ്ണമായി തികഞ്ഞിരിക്കണം. അതല്ല മാടുകളാണെങ്കിൽ അതിന് 2 വയസ്സ് പൂർണ്ണമാകണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ നിർവഹിക്കുന്നത്. നമ്മളൊരു ചടങ്ങു തീർക്കലല്ലോ സഹോദരങ്ങളെ, മറിച്ച് ഏതു കർമ്മം എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മൃഗത്തെ ഒരുപക്ഷെ ഒറ്റയ്ക്ക് അറുക്കാൻ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ആളുകളാണെങ്കിൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 7 ഷെയർ വരെ, ഒരാൾക്ക് മറ്റ് ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് 7 പേർ ചേർന്ന് ഒരു ഉരുവിനെ അറുക്കാം എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പങ്കാളികളാകാൻ, പലപ്പോഴും ഇത്തരത്തിൽ 7 പേർ ചേർന്ന് ഒരു ഉരുവിനെ അറുക്കാം എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? വലിയ സമ്പന്നന്മാരും ഒരുപക്ഷെ ഒരു ഉരുവിനെ അറുക്കാൻ കഴിവുള്ള ആളും ഞാൻ ഒരു ഷെയറു ചേർന്നാൽ എൻ്റെ കടമ വീട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. എന്നാൽ അവരുടെ സമ്പത്തും സൗകര്യങ്ങളും സമ്പത്തു തന്ന പടച്ച റബ്ബിനറിയാം എന്നത് മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഇനി 7 ഷെയർ പൂർണ്ണമാകണമെന്നില്ല, 1, 2, 3 ആളുകൾ ചേർന്നും ഒരു ഉരുവിനെ മേടിച്ച് അറുക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, ഈ പള്ളിയിലും അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഷെയർ 12,500 രൂപയാണ്. അത് പരമാവധി ആ ഒരു ഷെയറിൽ നമ്മൾ ഇടം പിടിക്കാൻ ഒരു വലിയ ഇബാദത്ത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുവാനുള്ള തൗഫീഖ് അള്ളാഹുയെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹുയെ നീ ആജിലായ ശിഫ നാദ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ, ഞങ്ങളുടെ മക്കളിൽ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. الإخوة الكرام، إن المسجد الذي نقيم فيه الآن صلاة الجمعة قد تم بناؤه بفضل الله أولا، ثم بفضل الدعم المالي السخي الذي قدمه الأخت المقيمة في كويت. لقد ساعدتنا مساهمتها الكبيرة في إتمام هذا المشروع المبارك. اللهم تقبل منها هذا العمل الصالح واجعلها أجره في الدنيا والآخرة، واغفر لوالديها وارحمها، واغفر لوالديها وارحمها، واجعل هذا المسجد صدقة جارية لها ما دام قائمة، وأن تصل إليها حسناته ما دام الناس ينتفعون به. فنرجو منكم المساهمة قد استطعتكم في هذا المشروع المبارك، ونسأل الله أن يتقبل منكم ويجزيكم خير الجزاء. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله حي على